ബീഹാറിൽ എൻഡിഎക്ക് ചരിത്ര വിജയം. എക്സിറ്റ് പോൾ ഫലങ്ങളെയും മറികടന്ന് 3-2 ഭൂരിപക്ഷത്തോടെയാണ് നിതീഷ് കുമാർ വീണ്ടും അധികാരത്തിലെത്തുന്നത്. 243-ൽ 196 സീറ്റുകളുമായാണ് എൻഡിഎയുടെ മുന്നേറ്റം. 89 സീറ്റുകളുമായി ബിജെപി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവുകയാണ്. വോട്ട് ചോരി അടക്കമുള്ള വിഷയങ്ങളുമായി പ്രചരണം നടത്തിയ മഹാസഖ്യം തകർന്നടിഞ്ഞു. 50 സീറ്റ് പോലും തികയ്ക്കാൻ സഖ്യത്തിനായില്ല. 60 സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസിന് 4 സീറ്റ് മാത്രമാണ് ലഭിച്ചത്. പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പാർട്ടിക്കും കാര്യമായ ചലനം സൃഷ്ടിക്കാനായിട്ടില്ല. വിജയം ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് ബിജെപി ജെഡിയു ക്യാമ്പ്. ഇന്ന് വൈകിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്ത് സംസാരിക്കും. പ്രശാന്താണ് ഈ ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുക. പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങൾക്കും അപ്പുറത്തേക്ക് വലിയ മുന്നേറ്റം എൻഡിഎക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ എൻഡിഎ വലിയ നേട്ടമുണ്ടാക്കുന്നു. പക്ഷേ ഏറ്റവും എടുത്തു പറയേണ്ടത് ആർജെഡിക്കുണ്ടായ തകർച്ച, ഒപ്പം കോൺഗ്രസിനുണ്ടായ തകർച്ച, അതോടൊപ്പം തന്നെ എഐഎംഐഎമ്മും ജൻസുരാജ് പാർട്ടിയും എന്ത് മുന്നേറ്റമാണ് ഉണ്ടാക്കിയത് എന്നുള്ളതാണ്. എന്തായിരുന്നു ബീഹാറിലെ എക്സിറ്റ് പോളുകൾ പറഞ്ഞത്? ആ രീതിയിൽ തന്നെയാണ് ശ്രീജ അതുപോലെ തന്നെ അഖില ഈ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. 197 സീറ്റിൽ ഇപ്പോഴും എൻഡിഎ സഖ്യം ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവസാന വട്ടത്തിലേക്ക് എത്തുകയാണ്. സ്വാഭാവികമായും ഏറ്റവും ഒടുവിലാണ് ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരികയുള്ളൂ. എങ്കിൽ പോലും ഒരുപക്ഷെ ചരിത്ര നേട്ടമെന്ന് തന്നെ പറയാവുന്ന തരത്തിലേക്ക് എത്താൻ എൻഡിഎക്കും ബിജെപിക്കും ഒക്കെ തന്നെ കഴിഞ്ഞിരിക്കുന്നു. 40 സീറ്റിലേക്ക് മഹാസഖ്യം ഒതുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. എവിടെയൊക്കെയാണോ വലിയ തരത്തിൽ തിരിച്ചടികൾ ഉണ്ടായത് അല്ലെങ്കിൽ തിരിച്ചടികൾ ഉണ്ടായത് എന്നുള്ളതാണ് ഇനി അവർ പരിശോധിക്കുന്നത്. പക്ഷേ പരിശോധിക്കുന്നതിനപ്പുറത്തേക്ക് ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്നത് പ്രധാനമായും തേജസ്വി യാദവ് ഉൾപ്പെടെയുള്ളവർ പിന്നിൽ പോയി എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഏത് സാഹചര്യത്തിലാണ് ആർജെഡി തന്നെ 31 സീറ്റിലേക്കാണ് ആർജെഡിയുടെ സീറ്റ് മാറിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ 75 സീറ്റിലായിരുന്നു ആർജെഡി ജയിച്ചതെങ്കിൽ ഇത്തവണ അതിൽ തന്നെ വലിയ മാറ്റമുണ്ടാക്കുന്നു. കോൺഗ്രസ് 19 ഇടത്ത് വിജയിച്ച കോൺഗ്രസിന്റെ സീറ്റ് നില 4 എന്ന നിലയാണ്. ഇടത് പാർട്ടികൾക്ക് ഒപ്പം പോലും എത്താൻ കോൺഗ്രസിന് ഒറ്റയ്ക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. മറ്റുവശത്ത് ബിജെപി 90 സീറ്റിൽ ഒറ്റയ്ക്ക് 90 സീറ്റിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു ശ്രദ്ധേയമായ നേട്ടം അത് ജെഡിയു 79 സീറ്റിലേക്ക് എത്തി എന്നതിനപ്പുറത്തേക്ക് എൽജെപി ചിരാഗ് പാസ്വാന്റെ പാർട്ടി നേടിയ നേട്ടം തന്നെയാണ്. ഒരു സീറ്റിലാണ് ഈ കഴിഞ്ഞ ഇതിനു മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ എൽജെപി ജയിച്ചതെങ്കിൽ ഇത്തവണ 21ലേക്ക് 20 സീറ്റിന്റെ വർധനമാണ് ഒരു പാർട്ടി ഉണ്ടാക്കുന്നത്, ഒരു സംസ്ഥാന പാർട്ടി ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെ വലിയ കൃത്യമായ രാഷ്ട്രീയ അജണ്ട വെച്ച് മുന്നോട്ട് പോയ ബിജെപിക്ക് അത് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി ഏത് തരത്തിലുള്ള ന്യായം, ഏത് തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും കോൺഗ്രസ് ഉയർത്തുക എന്നുള്ളതാണ്. ഇതുവരെ കോൺഗ്രസ് അക്കാര്യത്തിൽ ചില നിലപാടുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജനങ്ങളും തമ്മിലായിരുന്നു പോരാട്ടം എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. പക്ഷെ അങ്ങനെ വലിയ രീതിയിൽ ഒരു ആരോപണം ഉന്നയിച്ചു മാത്രം മുന്നോട്ട് പോകാവുന്ന ഒരു സാഹചര്യമല്ല ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും പശ്ചിമ ബംഗാളിലുള്ള സൂചന എന്നുള്ളതാണ് ബിജെപിയുടെ നേതാക്കൾ ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. നേരത്തെ നമ്മളത് പറഞ്ഞിരുന്നതാണ്. ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എന്താണ് രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നതെന്ന് കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഈ ബീഹാറിലൂടെ എൻഡിഎക്ക് പ്രത്യേകിച്ച് ബിജെപിക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും പ്രശാന്ത്, ഈ SIRനെ കുറ്റം പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ മഹാഗഡ്ബന്ധൻ, ഒപ്പം തന്നെ കോൺഗ്രസ് അടക്കമുള്ളവർ. അങ്ങനെ SIRനെ മാത്രം പറഞ്ഞാൽ മതിയോ? ശരിക്കും വികസനത്തിനൊപ്പം ബീഹാറിലെ ജനങ്ങൾ നിന്നു എന്ന് വേണ്ടേ കരുതാൻ? അഖില, ഭോജ്പൂർ അടക്കമുള്ള മേഖലകളിലെ ഒരു നേട്ടം കാണുമ്പോൾ അവിടെ എൻഡിഎ സഖ്യം 36, അതായത് 46 സീറ്റാണ് ഭോജ്പൂരിലുള്ളത്. അതിൽ 36 ഇടത്തും എൻഡിഎ വിജയിക്കുന്നു. സീമാഞ്ചിലാണ് കുറെ കൂടി നേട്ടമുണ്ടാക്കുമെന്ന് കരുതിയത്. അതുപോലെ തന്നെ മക്ത ആ മേഖലയിലൊക്കെ തന്നെ നേട്ടമുണ്ടാക്കും. 47 സ്ഥലം അവിടെ 36 ഇടത്ത് തന്നെ അവിടെ എൻഡിഎ നേട്ടമുണ്ടാക്കുന്നു. സീമാഞ്ചലിലും സമാനമായ സാഹചര്യം തന്നെയാണ്. സീമാഞ്ചലിൽ ഉൾപ്പെടെ ഈ കോൺഗ്രസിന് വലിയ തരത്തിൽ നഷ്ടമുണ്ടാക്കിയത് ഒവൈസിയുടെ പാർട്ടിയാണെന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. ഒവൈസിയുടെ പാർട്ടി വലിയ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ. പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ജൻസുരാജ് ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് എന്ത് നേടാൻ കഴിഞ്ഞു എന്നുള്ളത് കൂടി ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചോദ്യമാണ്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സൂചിപ്പിച്ചതാണ്. എത്ര കാലം ഇങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ബന്ധപ്പെട്ട സംവിധാനങ്ങളെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയൊക്കെ കുറ്റപ്പെടുത്തി മുന്നോട്ടൊരു രാഷ്ട്രീയ പാർട്ടിക്ക് പോകാൻ പറ്റുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആർജെഡി ഇതുവരെ ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് തോൽവി സംബന്ധിച്ച ഒരു നിഗമനത്തിലേക്കോ അല്ലെങ്കിൽ ഒരു പ്രതികരണത്തിലേക്കോ കൂടുതലായി എത്തിയിട്ടില്ല. പക്ഷേ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയാണ് ഇപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിലേക്ക് വലിച്ചിടക്കുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് SIR അടക്കമുള്ള കാര്യങ്ങളാണ് ഇതിന് തിരിച്ചടിയായെന്ന് പറയുകയും ചെയ്തിട്ട് ഈ വിഷയത്തിൽ ഇനി എന്ത് നിലപാടുകൾ പ്രധാനമായും സ്വീകരിക്കുമെന്നുള്ളതാണ് ചോദ്യം. രാഹുൽ ഗാന്ധി നേരിട്ടിറങ്ങിയ തെരഞ്ഞെടുപ്പിൽ
പ്രിയങ്ക ഗാന്ധി എത്തിയ തെരഞ്ഞെടുപ്പിൽ ആ തെരഞ്ഞെടുപ്പിലാണ് ഇത്രയും വലിയ ദയനീയ പരാജയം ഒരു പാർട്ടി നേരിടുന്നത്. അതും ഒരു ദേശീയ പാർട്ടി എന്നത് മാത്രമല്ല, നിരവധി തവണ രാജ്യം ഭരിച്ച പാർട്ടി, വിവിധ സംസ്ഥാനങ്ങളിൽ ഭരണം കൈയാളുന്ന പാർട്ടി, അടുത്ത വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഭരണത്തിലേക്ക് എത്താൻ പോകുന്നു പ്രഖ്യാപിക്കുന്ന പാർട്ടി. ആ പാർട്ടിയാണ് കൈവെള്ളയിൽ ഒടുങ്ങാവുന്ന സീറ്റിൽ. പ്രശാന്ത്, അത് തന്നെയാണ്. വെറും വിജയം വെറും പരാജയം എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ അത് പറഞ്ഞൊഴിയാൻ സാധിക്കുകയില്ല. വലിയൊരു പരാജയം തന്നെയാണ് മഹാഗഡ്ബന്ധനെ സംബന്ധിച്ച്. മറുവശത്താണെങ്കിൽ ഗംഭീര വിജയം. ഇരട്ട സെഞ്ചുറി തേക്കാനൊക്കെ അവർ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ വലിയൊരു വിജയം എന്ന് തന്നെ NDAയുടെ വിജയത്തെ നമ്മൾ പറയേണ്ടി വരും. അതിലല്ലേ കാര്യം. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോഴല്ല, തെരഞ്ഞെടുപ്പിലേക്ക് ബീഹാർ പോകുമെന്ന് ഉറപ്പായ സമയത്ത് തന്നെ സ്വാഭാവികമായുള്ള നടപടിക്രമമാണ്. ആ സമയത്ത് തന്നെ BJP ഇതിന്റെ ഒരുക്കങ്ങൾ കൃത്യമായി തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. അതിന്റെ നീക്കങ്ങൾ നടത്തുകയൊക്കെ ചെയ്തിരുന്നു. എവിടെയാണോ ഇതിന്റെ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്, എവിടെയൊക്കെ ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, ഏതൊക്കെ തരത്തിലാണ് അത് പരിഹരിക്കപ്പെടേണ്ടത്, അതൊക്കെ തന്നെ വളരെ കൃത്യമായി തന്നെ പരിശോധിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സഖ്യം പോലും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. തുടക്കത്തിൽ ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ തർക്കങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായി പരിഹരിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ നൽകുകയും ചെയ്തു. ഒരു തരത്തിലും, അതായത് ഒരു തരത്തിലും ഭരണം മഹാസഖ്യത്തിലേക്ക് പോകരുതെന്ന ശക്തമായ നിലപാട് BJP നേതൃത്വത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. LJP ചില വിട്ടുവീഴ്ചകൾ ചെയ്താൽ മാത്രമേ ഈ സഖ്യത്തിനൊപ്പം നിൽക്കുകയുള്ളൂ എന്ന് പറയുന്നു. അതിൽ വിട്ടുവീഴ്ചകൾ തയ്യാറാകുന്നു എന്ന് മാത്രമല്ല, അവരെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ട് ചർച്ച നടത്തുകയൊക്കെ ചെയ്യുകയാണ്. മറുവശത്ത് നോക്കൂ, ഏത് തരത്തിലാണ് അവർ ആ തെരഞ്ഞെടുപ്പിനെ കൈകാര്യം ചെയ്തത്. ഏറ്റവും ഒടുവിൽ പരസ്പരം മത്സരിക്കുകയാണ്. ജനങ്ങൾ ഏത് തരത്തിലാണ് ഈ സഖ്യത്തെ വിശ്വാസത്തിലെടുക്കുക. CPI കോൺഗ്രസ് മത്സരിക്കുന്നു, കോൺഗ്രസ് RJD ഒരു ഘട്ടത്തിൽ മത്സരിക്കുന്നു. ഇങ്ങനെ മത്സരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഞങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ആണ്. ശരി പ്രശാന്ത്, ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം NCP നേതാവായ PM സുരേഷ് ബാബു ഒപ്പം ചേരുകയാണ്. ശ്രീ സുരേഷ് ബാബു, എങ്ങനെയാണ് NDAയുടെ ഈ ഒരു മഹാവിജയത്തെ, അങ്ങനെ തന്നെ പറയണം, കാരണം 200-ലേക്ക് അടുക്കുകയാണ് അവരുടെ ലീഡ് നില, എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? ജനാധിപത്യ സംവിധാനത്തിലെ തിരഞ്ഞെടുപ്പ് വിജയം അംഗീകരിക്കുക എന്നുള്ളത് ഒരു ജനാധിപത്യ വിശ്വാസിയുടെ മാന്യമായ ഉത്തരവാദിത്വമാണ്. ഈ വിജയത്തെ ലഘൂകരിച്ച് കാണാൻ വ്യക്തിപരമായോ പാർട്ടിപരമായോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വിജയം വിജയം തന്നെയാണ്. വിജയത്തിന് ഒരുപാട് കുറുക്കു വഴികൾ ഒരുപക്ഷെ ഉപയോഗിച്ച് കാണാം. അതൊക്കെ പറഞ്ഞാലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ വിജയം എന്നുള്ളത് വിജയം തന്നെയാണ്. ആ വിജയത്തിന് നിദാനമായ കാരണങ്ങളെക്കുറിച്ച് മഹാസഖ്യം പരിശോധിക്കേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ മഹാസഖ്യത്തിൻ്റെ ഒരു താൻകോയ്മയും മേൽക്കോയ്മയും ഒരുപക്ഷെ പരാജയത്തിന് കാരണമാക്കിയിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമായ ഒരു സൂചകമായി ഈ തിരഞ്ഞെടുപ്പിനെ കാണാൻ മഹാസഖ്യത്തിൻ്റെ ഗഡ്ബന്ധൻ്റെ ഒരു നേതൃത്വത്തിന് കഴിയണം. അതല്ലാതെ അതിനകത്ത് നിന്നുകൊണ്ട് തമ്മിൽ പരസ്പരം മത്സരിക്കുന്നൊരു സ്ഥിതിവിശേഷത്തിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ പോകുന്നുണ്ടെങ്കിൽ അത്തരം ഒരു സഖ്യത്തിനോട് ആത്മാർത്ഥതയില്ല എന്ന് ജനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ജനങ്ങളെ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല. ജനങ്ങൾക്ക് ഇത് മാത്രമേ മാർഗമുള്ളൂ. കൊഹസീവായി ഒരു ഫോഴ്സ്, അത് രണ്ട് കക്ഷികൾ പ്രധാനമായും, അതിനകത്ത് പിന്നെ ചിരാഗ് പാസ്വാൻ്റെ പാർട്ടിയും കൂടി ചേർന്നുകൊണ്ട് ഉള്ള ഒരു രാഷ്ട്രീയ സംവിധാനം, BJPയും JDUവും തമ്മിൽ ചേർന്നിട്ടുള്ള സഖ്യത്തിനകത്ത് ചിരാഗ് പാസ്വാനും കൂടി വന്ന് മാഞ്ചി എന്ന് പറയുന്ന പഴയ മുഖ്യമന്ത്രി ഒരുപക്ഷെ കൂടി ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും അപസ്വരമില്ലാതെ അവർക്ക് ആ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ശ്രീ സുരേഷ് ബാബു, ഒരുമിച്ച് നിൽക്കാൻ NDAക്ക് സാധിച്ചു എന്നുള്ളതും, അതേസമയം മറുവശത്ത് അങ്ങനെ ഒരുമിച്ച് നിൽക്കാൻ കഴിഞ്ഞില്ല, പരസ്പരം മത്സരിക്കുന്ന ഇടത്തേക്ക് പോയി. പലതും ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് പഠിക്കണ്ടേ മഹാസഖ്യം? പല പാഠങ്ങളും പഠിച്ച് വേണ്ടേ ഇനി അടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ? മഹാസഖ്യം ഒരുപാട് പാഠങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിനകത്ത് ഓരോ പാർട്ടിയും, ഒരു സംസ്ഥാനത്തിൽ ചെറിയ പിൻബലമുണ്ട് എന്ന് കരുതുന്ന എല്ലാ പാർട്ടികളും ഞങ്ങളാണിതിനെ നയിക്കേണ്ടത് എന്ന ധാരണയിൽ, അഖിലേന്ത്യാ നിലവാരത്തിൽ കുറച്ച് ശക്തിയുണ്ടെന്ന് തോന്നുന്ന കോൺഗ്രസ് പാർട്ടി ഞങ്ങൾക്ക് മാത്രമാണ് ഇതിനകത്ത് നയിക്കേണ്ടത്, ഞങ്ങൾ ഇതിനെ നയിക്കും, അത് പറയുന്നത് കേട്ടാൽ മതി എന്നുള്ളതാണ്. സംസ്ഥാനങ്ങളിൽ ഭൂരിപക്ഷമോ അല്ലെങ്കിൽ കൂടുതൽ ജനപിന്തുണയോ ഉള്ള പാർട്ടികൾ കൂടെയുള്ള ചെറു പാർട്ടികളെ കൂടെ നിർത്താൻ ആവശ്യമായ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നിടത്ത് മാത്രമേ
BJPയുടെ രാഷ്ട്രീയ സഖ്യത്തെ പരാജയപ്പെടുത്തണമെന്ന് അവർക്ക് ആത്മാർത്ഥമായ മോഹമുണ്ടെങ്കിൽ വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് ഇത് നൽകുന്നൊരു പാഠം. പക്ഷേ എൻ്റെ വിശ്വാസപ്രകാരം അങ്ങനെ ഒരു പാഠം പഠിക്കാൻ മാത്രമുള്ള വിശാലത മഹാസഖ്യത്തെ ഇന്ന് നയിക്കുന്ന നേതാക്കന്മാർക്കുണ്ട്. തീർച്ചയായും കോൺഗ്രസിനും അത് ഇല്ല എന്ന് തന്നെ പറയണം. കാരണം ഈ തോൽവിയുടെ അവസരത്തിലും ഈ പാഠം ഉൾക്കൊള്ളാതെ അതിൽ നിന്ന് പഠിക്കാതെ ഇപ്പോഴും SIRനെ കുറ്റം പറയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ല, SIR ഇതിനകത്ത് ജയത്തിന് ഒരുപാട് കാരണങ്ങളിൽ ഏറ്റവും പ്രബലമായ കാരണങ്ങൾ തന്നെയാണ്. അത് നിഷേധിക്കാതിരിക്കുന്നത്. പക്ഷേ അവനവൻ്റെ ഒരു കുറ്റം എന്താണോ ആ കുറ്റം ആദ്യം മനസ്സിലാക്കി SIRനെയും അതിജീവിക്കാൻ കഴിയുന്ന തരത്തിൽ ഞങ്ങൾ കോമ്പാക്റ്റ് ആണ് എന്ന് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു കൊടുക്കണ്ടേ? അതിന് കഴിയാതിരിക്കുന്നിടത്തോളം SIRനെ കുറ്റം പറഞ്ഞ് തടി തപ്പുക എന്ന് പറഞ്ഞാൽ പാഠം പഠിക്കാൻ ഈ പാർട്ടികൾ തയ്യാറല്ല എന്നാണ് ജനങ്ങളോട് നൽകുന്ന സന്ദേശം. ഇന്ന് നാളെ കൊണ്ട് ഞങ്ങൾക്ക് കിട്ടുന്ന അവസരം അത് ഉപയോഗപ്പെടുത്തി എൻകാഷ് ചെയ്ത് എടുക്കുക എന്ന സമീപനമാണ് ആ പാർട്ടികൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് എത്രത്തോളം ഇന്ത്യൻ ജനാധിപത്യത്തിന് ഭൂഷണമാണെന്ന് അവരാലോചിക്കേണ്ടതാണ്. ഇനി കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അപ്പോൾ ഇനിയുമേറെ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. അങ്ങനെ തന്നെ മനസ്സിലാക്കണ്ടേ? അത്ര വലിയ ദയനീയ പരാജയം എന്ന് തന്നെ പറയണം. അല്ല, അതെ, അതിനകത്ത് ഇവിടുത്തെ കക്ഷി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രബലമായ രാഷ്ട്രീയ കക്ഷി, ഈ മഹാസഖ്യത്തിൻ്റെ പ്രബലമായ രാഷ്ട്രീയ കക്ഷികൾ കോൺഗ്രസും CPM ആണ്. പക്ഷേ അവർ തമ്മിൽ മത്സരിക്കുകയാണ്. ഇവിടെ അവർ തമ്മിലാണ് മത്സരം. ആ മത്സരത്തിൻ്റെ ഒരു വിശാലതയെ ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയുമോ? എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതിൻ്റെ ദുരന്തഫലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് അതിനെ നേരിടേണ്ടി വരും. അതിൻ്റേതായ കാരണങ്ങൾ കണ്ടുകൊണ്ട് എങ്ങനെ മഹാസഖ്യത്തിൻ്റെ കേരളത്തിന് വെളിയിലുള്ള മഹാസഖ്യത്തിൻ്റെ സമൂർത്ത രൂപം കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നതിനെക്കുറിച്ച് LDFൻ്റെയും UDFൻ്റെയും നേതൃത്വം ശരിക്കും യഥാർത്ഥത്തിൽ ഇതൊന്ന് ആലോചിക്കേണ്ടതാണ്. ശരിക്കും നോക്കുകയാണെങ്കിൽ വേണ്ടത്ര പ്രചരണം നടത്തിയില്ലേ? മോദിയോടൊപ്പം അവിടെ മോദിയും മറ്റ് ദേശീയ നേതാക്കളും ഒക്കെ എത്തിയപ്പോൾ ഇവിടെ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കളൊക്കെ എത്തുന്നു. കടുത്ത പ്രചരണം, വോട്ട് ചോരി അടക്കമുള്ള ആരോപണം ഉന്നയിക്കുന്നു. അത്തരത്തിൽ വലിയ തോതിൽ പ്രചരണം നടക്കുന്നുണ്ട്. പക്ഷേ ഈ സഖ്യകക്ഷികളെയൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ടു പോകാൻ സാധിക്കാതെ വന്നു. അത് തന്നെയല്ലേ ഒരു പ്രശ്നമായി താങ്കൾ കാണുന്നത്? അതോ നിതീഷിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ അടിപതറുകയായിരുന്നു? സഖ്യകക്ഷികളിലെ ആരൊക്കെ കോൺഗ്രസ് പാർട്ടിയുടെയും RJDയുടെയും നേതാക്കന്മാരുടെ പ്രചരണം ഉണ്ടായി എന്നതിൽ കവിഞ്ഞ് 13-14 രാഷ്ട്രീയ കക്ഷികൾ ചേർന്നുണ്ട 23 ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ അവിടെ പ്രബലമായ 13-14 രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാരിൽ ഏതെങ്കിലും ആളുകൾ അവിടെ ചെന്നെത്തിയോ, അവരെ വിളിച്ചോ, അവരെയും കൂടി പങ്കെടുപ്പിച്ചോ എന്നൊന്നും എനിക്ക് ഇല്ല എന്നുള്ളതാണ് എൻ്റെ നിശ്ചയം. തിരിച്ചുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ആ നേതാക്കന്മാർ രാജ്യത്തെ ജനങ്ങളോട് പറയണം, ഞങ്ങൾ എല്ലാവരെയും കൂട്ടിപ്പോയി എന്നിട്ടും വിജയിച്ചിട്ടില്ല എന്നുള്ളത്. പക്ഷേ എന്താണ്, ഞങ്ങൾ മതി എന്ന ഒരു ധാർഷ്ട്യം മഹാസഖ്യത്തിനെ അവിടെ നയിക്കുന്ന 1-2 പാർട്ടികളിലെ നേതാക്കന്മാർക്കുണ്ടായി എന്നത്. PM സുരേഷ് ബാബു സമയക്കുറവ് മൂലം ഇടപെടുകയാണ്. ഏതായാലും വലിയ പാഠങ്ങൾ പഠിച്ച് മഹാഗഠബന്ധൻ മുന്നോട്ട് പോകട്ടെ എന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ ചില നിയമസഭകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പുകളുടെ വോട്ടെണ്ണലും പുരോഗമിക്കുകയാണ്. ജമ്മു കശ്മീരിലെ ബദ്ഗാം, നഗ്രോട്ട മണ്ഡലങ്ങളിലും രാജസ്ഥാനിലെ അൻറ്റ, ജാർഖണ്ഡിലെ ഹഡ്സില, തെലങ്കാനയിലെ ജൂബിലി ഹിൽസ്, പഞ്ചാബിലെ തൻതരൻ, മിസോറാമിലെ ദംപ, ഒഡീഷയിലെ നൌപഡ എന്നീ മണ്ഡലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പുകൾ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നത്. ജമ്മു കശ്മീരിലെ നഗ്രോട്ട മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി ദേവയാനി റാണയും മിസോറാമിലെ ദംപയിൽ മിസോ നാഷണൽ ഫ്രണ്ട് സ്ഥാനാർത്ഥി R ലാതങ്കിയാനയും വിജയിച്ചു. വോട്ടെണ്ണൽ പുരോഗമിക്കുന്ന 2 ഇടങ്ങളിൽ കോൺഗ്രസും ഓരോ ഇടങ്ങളിൽ BJPയും ആം ആദ്മി പാർട്ടിയും ലീഡ് ചെയ്യുന്നുണ്ട്. ജാർഖണ്ഡ് മുക്തി മോർച്ച, ജമ്മു കശ്മീർ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി എന്നിവയും ലീഡ് ചെയ്യുന്നുണ്ട്. ഇതിനിടെ BJP പ്രതിരോധിച്ച് കോൺഗ്രസ് ഇടത് സ്വഭാവമുള്ള പാർട്ടിയായി മാറിയെന്ന്
കോൺഗ്രസ് എം പി ശശി തരൂർ ആരോപണം ഉന്നയിച്ചെത്തിയിരിക്കുകയാണ്. ബി.ജെ.പിയുടെ ഭിന്നിപ്പ് രാഷ്ട്രീയം പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതിനാലാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നും തരൂർ പറഞ്ഞു. ഹൈദരാബാദിൽ ജ്യോതി കോമിറെഡ്ഡി സ്മാരക പ്രഭാഷണത്തിൽ റാഡിക്കൽ സെൻട്രിസം മൈ വിഷൻ ഫോർ ഇന്ത്യ എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു ശശി തരൂർ. കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും ബി.ജെ.പിക്കെതിരെ ഒരുമിച്ച് വരുന്നത് റാഡിക്കൽ സെൻട്രിസത്തിന്റെ ഭാഗമായാണോ എന്ന ചോദ്യത്തിന് മറുപടിയായാണ് ശശി തരൂറിന്റെ പരാമർശം. തന്റെ പരാമർശങ്ങൾ പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ചല്ല, മറിച്ച് വിശ്വാസങ്ങളെയും പ്രത്യയശാസ്ത്രത്തെയും കുറിച്ചാണ്. അവിടെ ചില വിടവുകൾ നികത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ പുറത്തുവരികയാണ്. പ്രതികൾ രഹസ്യ സ്വഭാവമുള്ള മാപ്പുകളും ആക്രമണ പദ്ധതികളുടെ വിശദാംശങ്ങളും പങ്കുവച്ചത് സ്വിസ് ആപ്ലിക്കേഷൻ വഴിയാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. സ്ഫോടനങ്ങൾക്കായി 2022 മുതൽ ആസൂത്രണം തുടങ്ങിയെന്നും നിഗമനമുണ്ട്. ഡോക്ടർമാർക്ക് തുർക്കിയിൽ നിന്നും നിർദ്ദേശങ്ങളും സഹായങ്ങളും ലഭിച്ചതായി അന്വേഷണ സംഘത്തിന് സൂചനകൾ ലഭിക്കുകയാണ്. ഭീകരർ പാകിസ്ഥാൻ സന്ദർശിച്ചുവെന്നും സൗകര്യമൊരുക്കിയത് ആദിൽ റാത്തറുടെ സഹോദരനാണെന്നും അന്വേഷണ സംഘം നിലവിൽ കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ചെങ്കോട്ട സ്ഫോടനത്തിൽ നടപടി കടുപ്പിച്ചിരിക്കുകയാണ് സുരക്ഷാസേന. ചാവേർ ഭീകരൻ ഉമർ നബിയുടെ പുൽവാമയിലെ വീട് സുരക്ഷാസേന തകർത്തു. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. സ്ഫോടക വസ്തു ഉപയോഗിച്ചാണ് തകർത്തത്. ചെങ്കോട്ടയിൽ സ്ഫോടനമുണ്ടായ കാറിലുണ്ടായിരുന്നത് ഉമർ നബി തന്നെയാണെന്ന് സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് നടപടി. DNA പരിശോധനയിലൂടെയാണ് ഇക്കാര്യം വ്യക്തമായത്. ഉമറാണ് സ്ഫോടനത്തിന് പിന്നിലെന്ന സംശയം തോന്നിയതിന് പിന്നാലെ പുൽവാമയിലെ കുടുംബാംഗങ്ങളെ കസ്റ്റഡിയിലെടുത്ത് സാമ്പിളുകൾ ശേഖരിക്കുകയായിരുന്നു. മുൻപ് പഹൽഗാം ഭീകരാക്രമണ ഗൂഢാലോചനയിൽ പങ്കെടുത്തവർക്കെതിരെയും വീട് തകർക്കുന്ന നടപടി സ്വീകരിച്ചിരുന്നു. കണ്ണൂരിലെ പാലത്തായി പീഡനക്കേസിൽ അധ്യാപകനും ബി.ജെ.പി. നേതാവുമായ കുനിയിൽ പത്മരാജൻ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ശിക്ഷ നാളെ വിധിക്കും. തലശ്ശേരി പോക്സോ അതിവേഗ കോടതിയാണ് കേസ് പരിഗണിച്ചത്. 10 വയസ്സുകാരിയായ വിദ്യാർത്ഥിനിയെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് കേസ്. 2020 ജനുവരി 15-നും ഫെബ്രുവരി 2-നും സ്കൂളിലെ ബാത്റൂമിൽ വെച്ചാണ് പീഡിപ്പിച്ചത് എന്നായിരുന്നു പരാതി. ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസിൽ ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അടക്കമുള്ള സംഘങ്ങൾ അന്വേഷണം നടത്തിയിരുന്നു. ഒടുവിൽ 2021 ഡിവൈഎസ്പി TK രത്നകുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിക്കെതിരെ പോക്സോ വകുപ്പ് ചുമത്തി കുറ്റപത്രം സമർപ്പിച്ചത്. സംസ്ഥാനത്തെ സംബന്ധിച്ച് ഇനി അങ്ങോട്ട് തെരഞ്ഞെടുപ്പ് കാലമാണ്. സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് മുതൽ ഈ മാസം 21 വരെയാണ് നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള അവസാന തീയതി. 24-നാണ് സൂക്ഷ്മ പരിശോധന. അതിനിടെ മുന്നണികളേറെക്കുറെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ച് പ്രചാരണം കൊഴുപ്പിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തൃശൂർ എളവള്ളി പഞ്ചായത്തിൽ നടക്കുന്നത് രാഷ്ട്രീയ നാടകം. 5 വർഷം പഞ്ചായത്ത് ഭരിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് LDF വിട്ട് കോൺഗ്രസ് ക്യാമ്പിലേക്ക് കൂറുമാറി. പാർട്ടിയിലെ അവഗണനയാണ് കൂറുമാറ്റത്തിന് കാരണമെന്നാണ് ജിയോ ഫോക്സിന്റെ പക്ഷം. എന്നാൽ അധികാരമോഹമാണ് മാറ്റത്തിന് കാരണമെന്നാണ് പ്രതിപക്ഷ കക്ഷികൾ പറയുന്നത്. തൃശൂർ ജില്ലയിലെ മികച്ച തദ്ദേശ സ്ഥാപനം എന്ന പുരസ്കാരം 4 തവണ സ്വന്തമാക്കാൻ എളവള്ളി പഞ്ചായത്തിനെ മുന്നിൽ നിന്ന് നയിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ആയിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് അടുത്തെത്തിയപ്പോൾ ജിയോ ഫോക്സ് കൂറുമാറി. ഇനി വികസനത്തിന് കോൺഗ്രസിന്റെ കൈപിടിക്കണമെന്നാണ് ഫോക്സിന്റെ പക്ഷം. മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചിട്ടും തന്നെ പാർട്ടി അവഗണിക്കുന്നുവെന്നാണ് ജിയോ ഫോക്സ് പറയുന്നത്. നേതൃത്വത്തിന്റെ മുകളിൽ പോകാൻ ഒരു ജനകീയനെയും സമ്മതിക്കാത്ത CPM-ൽ അസ്വസ്ഥത രൂപപ്പെടുന്നത്. അത്തരത്തിലൊരു അസ്വസ്ഥതയുടെ ഭാഗമായിട്ടാണ് എനിക്ക് വലിയ അവഗണന നേരിട്ടത്. ഒരു വർഷക്കാലമായി